പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതാട്ടോ ഇക്കോ പാർക്ക് പോകാന്നുള്ളത്. അങ്ങനെ എന്നും വിളിക്കുന്ന പോലെ രഞ്ജി എന്നെ ഒന്ന് രാത്രിയിൽ വിളിച്ചതാട്ടോ. അങ്ങനെ എന്നും വിളിക്കാറില്ല, എങ്കിലും മിക്ക ദിവസങ്ങളിലും അവൾ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്, നാളെ പോകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് പറയാറുണ്ട് കേട്ടോ, നമുക്ക് ഇക്കോ പാർക്കിൽ ഇനി കാണുന്നത് ഇക്കോ പാർക്കിൽ വെച്ചിട്ട് കാണാം, അതാവുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേട്ടോ, പക്ഷേ ഇതുവരെ നമുക്കങ്ങനെ ഒത്തുകൂടാനൊന്നും പറ്റിയിട്ടില്ല. ഒരാൾക്ക് വരാൻ പറ്റുന്ന സമയത്ത് മറ്റൊരാൾക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു എന്നല്ലാതെ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ അവളങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോയേക്കാന്ന്. ആനയൊക്കെ ആനവാവയാണ് അത്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ആട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു 10:30 ആകുമ്പോഴത്തേക്കും ഞാൻ ഇരിട്ടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളും അതുപോലെ തന്നെ ആ ഒരു സമയത്തേക്ക് എത്തി. പിന്നെ ഞങ്ങൾ ഓട്ടോയിലിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ ഒരു ആനേൻ്റെ പുറത്ത് കയറി വയ്ക്കാൻ വേണ്ടിയിട്ട് പൊന്നു ഇങ്ങനെ കണ്ണനെ അതിലോട്ട് വിളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കായിരുന്നു കേട്ടോ. ജിമ്മിലുണ്ടാവും വേദൂട്ടി ഒരുപോലത്തെയാണല്ലോ. വണ്ടിയിൽ കണ്ടപാട് അമ്മൂസ് പറഞ്ഞു അങ്ങനത്തെ ഒരു പെയിന്റ് വേദൊക്കെ ഉണ്ടായിരുന്നു. അത് ടങ്ങിയല്ലോ. ഇത് ഒരു ഒന്നിച്ചെന്നെയുള്ളതാ. ആ പിന്നെ കണ്ണൻ വരുമ്പോൾ ഇട്ട ഡ്രസ്സ് ഞാനങ്ങ് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ അത് ചെറിയ സീക്വൻസ് പിടിപ്പിച്ച ഒരു ഡ്രസ്സായതുകൊണ്ട് അവൾക്കത് കയ്യിലൊക്കെ ഇങ്ങനെ കുത്തുന്നത് പോലെ തോന്നിയിട്ട് അവൾക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പം കണ്ണന് ഭയങ്കര സന്തോഷമായിട്ടോ ഇതിലൊക്കെ കയറിയപ്പോൾ. അതന്നെ ആ വേരിന് കൊണ്ടായിട്ട് മുട്ടറ് എടുത്തു ഏതൂട്ടി എടുത്തു. അങ്ങനെ രഞ്ജി ആദ്യമായിട്ട് ഊഞ്ഞാല് കണ്ട പോലെ കുഞ്ഞു കുട്ടികളെ പോലെ കളിക്കായിരുന്നു കേട്ടോ. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. യൂട്യൂബിലിടും, ഉറപ്പായിട്ട് ഇടും. അതാ ഇത് ഹൈറ്റ് കൂടിയോണ്ടല്ലേ, അതല്ലേ നിങ്ങൾക്ക് പാകമുള്ളേ. പിള്ളേരെ ആട്ടണേ ഒന്ന് അല്ല റെഡി അല്ല രഞ്ജി. ഇപ്പം തന്നെ തിരപ്പളകി അമ്മ കാട്ടാൻ ശക്തിയില്ലേ. നമ്മളല്ലേ ഒന്നല്ലേ ഊഞ്ഞാലല്ലേ ഒന്നത്തെ കൊണ്ട് പൊന്തണ്ടേ. മതി 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 ഇനിയാട്ടോ വേറെ വരുന്ന അത് വെക്കട്ടെ വെക്കട്ടെ. ഇനി വേറെ പേടിയില്ലാന്ന് പറഞ്ഞൊക്കെ പേടിയുണ്ടാ. ബാക്കോട്ട് തിരിഞ്ഞു നോക്കണ്ട മുന്നോ. എന്തിനാ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുന്നത്? മുന്നോട്ട് നോക്കിയാ പോരെ. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഉള്ളിൽ നല്ല തണുപ്പും കൂളിംഗ് ആയിരുന്നു കേട്ടോ. കാരണം നിറയെ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കണ്ണന് ഇതിലെല്ലാം ഓടി നടക്കുകയും അവൾക്ക് ഇതിലൊന്നും കയറുമൊന്നും വേണ്ട കേട്ടോ. അവൾക്ക് ഇങ്ങനെ നടന്ന് കളിക്കുക മാത്രമായിരുന്നു. കുറേ ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ ഒരു പട്ടീനെ കണ്ടു കേട്ടോ. ആ പട്ടിയാണെങ്കിൽ ഞങ്ങളുടെ പുറകെ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണന് പേടിയായിരിക്കുന്നു. പക്ഷേ അവൾക്ക്
ഒട്ടും പേടിയില്ല. അവൾ അതിൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു കേട്ടോ. പട്ടി അതുപോലെ തന്നെ നമ്മുടെ പുറകെയും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിൽ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം പിന്നെ ഞങ്ങളവിടെ പോയി ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അപ്പം കണ്ണൻ പറയട്ടെ, അമ്മ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൾ ഒറ്റ നടത്തങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അവളുടെ പുറകെ ഞാൻ നടക്കണം, അല്ലെങ്കിൽ പൊന്നു നടക്കണം. ഇന്ന് പക്ഷേങ്കിൽ പൊന്നുവിന് അത്ര വലിയ ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് അമ്മൂട്ടി എന്നെ പുറകെ നടക്കേണ്ടി വന്നു. ആദ്യം കണ്ടപ്പോൾ അവരുടെ അടുത്ത് വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുട്ടികൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അമ്മൂട്ടി തന്നെ മതിയായിരുന്നു കേട്ടോ കണ്ണന്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ വെറുതെ ആയൊരു നടപ്പാതയിലോട്ട് ഇങ്ങനെ കുറേ നേരം നടന്നു കേട്ടോ. 1 2 3 ആക്കും. അപ്പം ഞാനിതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുന്നുണ്ടപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നു 1 2 3 പറഞ്ഞിട്ട് ഇങ്ങനെ തുള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളുടെ പുറകെ ഇങ്ങനെ നടന്നു കുറച്ച് നേരം. അതിൻ്റെ ഇടയിൽ പട്ടീനെ കണ്ടു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിയായി. ചെരുപ്പ് ഊരിയിട്ട് എല്ലാവരും ഊരിയിട്ടതാ. വെറും മണ്ണായിരിക്കും. സാരമില്ല, പിടിക്കണേ. ഇങ്ങി വാ. രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്കിലും ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ വൈകുന്നേരം അധികം വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. മയിലാ അത്, മയിൽ. അതെന്നാ അതെന്നാ കാക്കി അല്ല, അത് വേഴാമ്പൽ. എന്നത് അതെന്നാ? തൊപ്പി ഇട്ടിട്ടുണ്ട് വേഴാമ്പൽ. എന്നത്? അത് ആമ. പാമയല്ല, ആമ. എന്നത്? ആമ. ഇങ്ങി വാ, അങ്ങ് പോണ്ട. അതാ വണ്ടി വരുന്ന. ഇങ്ങി വാ. പാമ്പല്ല, പാമ്പ് അങ്ങല്ല. നടക്ക്, അങ്ങോട്ട് നടക്ക്, പോവാലോ. കുഞ്ഞേച്ചി അങ്ങല്ലേ, കുഞ്ഞേച്ചി അങ്ങല്ലേ. ഐസ്ക്രീം വാങ്ങാല്ലേ? അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഊഞ്ഞാലിൽ തന്നെ എത്തി കേട്ടോ എല്ലാവരും. അപ്പം അങ്ങനെ കണ്ണനിങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ട് അമ്മൂട്ടിക്ക് പാവം ഊഞ്ഞാലിലൊന്നും കയറാനൊന്നും അധികം പറ്റിയില്ല. പിന്നെ കണ്ണന് അവളുടെ പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ ഡ്യൂട്ടി ഉണ്ടായില്ല കേട്ടോ കണ്ണൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം ഞാൻ വേദൂട്ടീനെ ഇങ്ങനെ ഊഞ്ഞാലിൽ കുറേ നേരം ആട്ടി. അപ്പോഴത്തേന് ഏകദേശം ഒരു ഉച്ച സമയം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ദൂരം അപ്പുറത്തോട്ടൊക്കെ കാണാനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഊഞ്ഞാലിൽ കയറി കളിക്കുകയും പിന്നെ അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുള്ളതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലമൊന്നും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. പിന്നെ കുറച്ച് ചെറിയ ഫാമിലീസൊക്കെ വന്നിട്ട് ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം കുറേ നേരം ഞാനും രഞ്ജിയും കൂടെ ഇവിടെ ഇരുന്ന് കുറേ നേരം വർത്താനം പറഞ്ഞ് കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വെയിലും അധികമില്ല, അതുപോലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് അപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.